അപ്പൊ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അതെ, ഗുരുവായൂരിലാണ് ഞങ്ങളുള്ളത്. നാളെ നമ്മുടെ ബബോയുടെ 3ാമത്തെ ചോറ് കൂടാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഇതൊരു ആഗ്രഹമായിരുന്നു അമ്പലം ഇവിടെ ഗുരുവായൂർ വന്ന് നടത്തണമെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് എത്തി. ഇപ്പം ഈ താമസിക്കുന്ന ഹോട്ടലാണ് നമ്മുടെ ശ്രീ ഗോകുലം വനമാല, അതായത് അമ്പലത്തിന്റെ തെക്കേ നടയിലുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടല്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഹോട്ടല്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ദൈവങ്ങളുടെ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പും കൂടെ ഉണ്ട്. ഗോകുല വനമാലയിൽ താമസിക്കുന്ന നമ്മുടെ റൂം നമ്പർ 252. ഇതൊരു ട്രിപ്പിൾ ബെഡ് റൂമാണ്. 3 ബെഡ് ഷെയറിംഗ് ഉള്ള റൂമാണ് ഗൈസ്. ഇതായിരിക്കുന്നു ഗായ, ഗൗരി, പിന്നെ ബബുമണി. ഇതാണ് നമ്മുടെ 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ട്രിപ്പിൾ ബെഡ് അല്ലേ, ട്രിപ്പിൾ ഷെയറിംഗ് റൂം. പിന്നെ ബബുമണി നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗായ ബബുമണിയുടെ ഡയപ്പറും ഡ്രസ്സും ഒക്കെ മാറ്റി ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലേക്ക് പോയി ഒന്ന് കറങ്ങാൻ വേണ്ടി പോകല്ലേ. ഗൗരിയുടേതായിട്ടുള്ള വീഡിയോസും എഡിറ്റും ഇനി അടുത്ത യൂട്യൂബിലിടാനുള്ള ഗോ വ്ളോഗ്സ്, അതാണ് ഗൗരിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എന്തൊക്കെയാ നമുക്ക് ഇനി പ്ലാൻ? നമ്മളിനിയും താഴോട്ട് പോവാണ്. അമ്പലത്തിന് ചുറ്റുള്ള കടകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ ചെയ്യുക. അതെ, നാളെയാണ് ബബുവിന്റെ ചോറൂണ്. ഗുരുവായൂരിൽ ഞങ്ങളെ ചോറൂണ് ഓൾറെഡി 2 ചോറൂണ് കഴിഞ്ഞു. അപ്പം അതിന്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് ഗുരുവായൂർ ചോറൂണാണ്. ഇപ്പൊ രാവിലെ 5:45 റിപ്പോർട്ട് ചെയ്യണം. അതിന് കാരണം നമ്മൾ രാവിലെ 6 മണിക്ക് എത്തുള്ള സ്ലോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പം 5:45 നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നമ്മളിപ്പോ 10 പേരെ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. 15 വരെ മാക്സിമം ചോറൂണിന് എൻട്രി അലൗഡ് ആണ്. ചോറുണ്ട് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് ആ ദൈവത്തിനെ കാണാൻ പറ്റും. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് കാണാൻ പോകുന്നത് ആകപ്പാടെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് പ്രവേശനമുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നോർമൽ ദർശനമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 1000 രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദർശനത്തിന് ഒരാൾക്ക് 1000 രൂപ വെച്ച് നമുക്ക് ദർശനം കാണാം. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ നമ്മളിപ്പം ഈ റൂമിന് ഏകദേശം എത്ര രൂപയായി? ട്രിപ്പിൾ ഷെയറിംഗിന് 3700, ഡബിൾ ഷെയറിംഗ് അമ്മയും ചേട്ടനും കിടക്കുന്ന റൂം ഡബിളിലാണ്. അപ്പം അതിന് വന്നിട്ട് 2500 പ്ലസ്. അത് അമ്പലത്തിന്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലാഭമല്ലേ. ഇങ്ങനെ ഇറങ്ങുക സൈഡ് അമ്പലം. അമ്പലത്തിന്റെ മതിലൊക്കെ ഷെയർ, കടകളുടെ മതിൽ ഷെയർ. അല്ല, ഞാൻ നോക്കിയപ്പോ അമ്പലത്തിന്റെ ആ സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഈ കാണാം, ബോർഡ് കാണാം. ബബുവിന്റെ കുണ്ടാവണ്ടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറങ്ങാൻ പോലെ പുറത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ബബുമണി ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദർശനമൊന്നുമില്ല, നാളെയാണ് നമ്മുടെ ദർശനം. അപ്പൊ ഇന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്പം ഇത്ര അടുത്താണ് ഗുരുവായൂർ അമ്പലം. കണ്ട ഈ കാണുന്ന ഗുരുവായൂർ ടെമ്പിൾ 100 മീറ്റർ. ഇതാണ് ഗുരുവായൂരിന്റെ തെക്കേ നട. ഇത്ര അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. നമ്മളിപ്പോ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. അടിപൊളി പൂക്കളും. അതെ, ബബുവിനൊരു ഫ്രോക്ക് എടുത്തു. ഫ്രോക്കല്ലേ, പട്ടുപാവട പോലത്തെ ഫ്രോക്ക് അല്ലേ? എന്റെ ആഗ്രഹമാണ് അവന്. കാരണം ഇവിടെ എല്ലാവരും പെണ്ണായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഫംഗ്ഷനൊക്കെ കണ്ടാൽ അറിയാം, പിങ്ക് കളറായിരുന്നു ബബുവിന്റെ ഫംഗ്ഷനൊക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് പിങ്ക് ഇട്ടു. പിന്നെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ചെറിയൊരു ആഗ്രഹം ബബുവിനെ ഒരു ഫ്രോക്ക് ഇട്ട് കാണണം, സുന്ദരിയാക്കി കാണണം. അങ്ങനെ അമ്പലത്തിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. നല്ല ടയേർഡായിരുന്നു. അതുമാത്രമല്ല, നാളെ രാവിലെ നേരത്തെ എണീറ്റ് റെഡി ആവാനുള്ളതും കൂടെ ആണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം.
ബാബുവിന്റെ ചോറൂണിന് മുന്നേ ഉള്ള ഗെറ്റിംഗ് റെഡി വ്ളോഗാണിത്. അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബ്ബു പാവം നല്ല ഉറക്കത്തിലാണ്. കാരണം ഇത് അവൻ്റെ നല്ല ഉറങ്ങുന്ന ഒരു ടൈമാണ് ഈ 4 മണി 5 മണി എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഉറക്കത്തിൽ അവന് കണ്ണും പിരി എഴുതി കൊടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് ബബോളുണ്ട്, അതായത് വിഹാനിൻ്റെ ചോറൂണാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇവിടെ ബാക്കിയുള്ള ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഗൗരിയുടെ ഔട്ട്ഫിറ്റ്, പാവാടയും പട്ടും പാവാടയും. പിന്നെ ഇത് ഗായയുടെ ഔട്ട്ഫിറ്റ്. ഗായയുടെ ഒരു സ്പെഷ്യൽ മാലയും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് ബബുവണിയുടെ ഔട്ട്ഫിറ്റ്. ഇത് അമ്മയുടെ ഔട്ട്ഫിറ്റ്. അപ്പൊ എല്ലാം ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഇത് ബബുവണിക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡ്രസ്സാണ്. ഇതിനകത്ത് കൃഷ്ണന്റെ ഡ്രസ്സ്, ഇതിനകത്ത് ബബുവണിയുടെ പേരും കാണാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ ഉടുപ്പ് കണ്ടോ? ഒരു സൂപ്പർ വിഹാൻ ഉടുപ്പ്, വിഹാന്റെ മാത്രം ഉടുപ്പ്. ആർക്കും ഇടാൻ പറ്റില്ല. ഹാഫ് സ്ലീപ്പിലാണ് ബബ്ബു. അതിരാവിലെ അതുകൊണ്ട് ബബുമണി ഇച്ചിരി വിശന്നിരിക്കുകയാണ്. അപ്പം പാല് കുടിച്ചോണ്ടിരിക്കുക ബബുമണി പാവം. അപ്പൊ അങ്ങനെ ഞങ്ങള് ദർശനത്തിന് തൊഴാൻ പോവല്ലേ. അത് കഴിഞ്ഞ് ചോറൂണിന് പോന്നു, പിന്നെ ദർശനം. അത് കഴിഞ്ഞ് നമുക്ക് കാണാം അല്ലേ. അപ്പൊ ഞങ്ങളെന്നാ പോയിട്ട് വരാം. കൃഷ്ണ പേടിക്കണ്ട. സൗണ്ടാ, ഇങ്ങനെ ഒരു സൗണ്ടാ. ഞങ്ങൾ ബബ്ബുവിന് തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറേ നേരം വെക്കാൻ നോക്കി ഒരു രക്ഷയില്ല, അത് സെറ്റ് ആവുന്നില്ലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് സെറ്റായി. അമ്പലത്തിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഫോട്ടോഗ്രാഫർ തന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. ബബുമണിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നല്ല ദർശനമൊക്കെ കിട്ടിയല്ലേ. ദർശനമൊക്കെ കിട്ടി. ഇനിയിപ്പം നമ്മള് ഇനി എന്ത് ചെയ്യാൻ പോവാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇനി തിരിച്ച് പോവുക, ചെക്കൗട്ട് ചെയ്ത് പോവുക അല്ലേ. അങ്ങനെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നു. അതെല്ലാം എല്ലാരും ബബുമണിനെ കൃഷ്ണനെ പോലെ കാണുമായിരുന്നു അല്ലേ. ലിറ്റിൽ കൃഷ്ണ എന്ന് എല്ലാരും പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്